എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളത്തിൻ്റെത് ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരാണ് ആകെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. 12 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. പി എസ് സി ഓഫീസിലേക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഹയർ ക്വാളിഫിക്കേഷൻ, അതായത് മലയാളം ഹയർ ഉള്ളവരെ മാത്രമാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനെതിരെ കേസ് കൊടുക്കാൻ കുറച്ച് പേരൊക്കെ റെഡിയാണ്, ചിലർ ഇതിന് റെഡിയല്ല. അപ്പോൾ ആരാണെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ പ്രൂഫ് നമുക്ക് കൊടുക്കാൻ കഴിയുമോ, അതുപോലെ തന്നെ കേസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് തികച്ചും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഇതിൽ എതിരഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമുക്ക് ലോവർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനും എക്സാം എഴുതാനും പറ്റുന്ന രീതിയിലായിരുന്നു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പലരും രാവിലെ ആയിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോയിട്ട് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 60 മാർക്കിൽ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ളവരും ഉണ്ട്. എനിക്കും 60 മാർക്കിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതിയവരോട് ചെയ്ത ചതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നത്, പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ചതിയാണ്. ചിലർ ഇതിനു വേണ്ടി മാത്രം പഠിച്ചവരുണ്ട്, അതായത് വേറെ എക്സാമിനൊന്നും നോക്കാതെ ഈ ഒരു എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർ അല്ലാത്ത എക്സാമുകൾക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹയർ മാത്രം ക്വാളിഫിക്കേഷൻ വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സ് മാത്രമേ ഉൾപ്പെടുള്ളൂ ആയിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് വശങ്ങളും ഉണ്ട്, നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഇതുപോലെ കഷ്ടപ്പെട്ട് എഴുതിയ ആൾക്കാർക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് കുറേയധികം ടൈം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും. എങ്ങനെയാണെങ്കിലും ഇതിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ്, അതായത് കറക്റ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫലം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. റിപ്പോർട്ടർ ഗ്രേഡ് 2ൻ്റെ ഷോർട്ട് ലിസ്റ്റാണിത്. അപ്പോൾ ഇത് നോക്കുക, ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റിന് ആകെ ഇത്ര പേരാണ് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തവരിൽ 60 മാർക്കിൽ കൂടുതൽ ആൾക്കാർക്ക് മാർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് കട്ട് ഓഫ് 12 മാർക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പാസ്സായി വന്നിട്ടുള്ള ആൾക്കാർ ക്വാളിഫൈഡ് ആയിട്ടില്ല. അതേസമയം അധികം പഠിക്കാതെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇതിൽ ഞാൻ PSC ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സംബന്ധിച്ച് കുറച്ച് പേരൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്, മറ്റു ചിലർ അതിന് തയ്യാറല്ല. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുടെ ഒക്കെ ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഫലം ഉണ്ടാവുമോ, അതെയോ ഇല്ലാതെ നമുക്ക് വെറുതെ സമയം നഷ്ടമാവുമോ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് വശം നോക്കാം. അപ്പോൾ ഇത് ആ ഒരു സമയത്ത് വിളിച്ച നോട്ടിഫിക്കേഷനാണ്. ഇതിൽ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ നോക്കാം. 36 വയസ്സ് വരെയാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ക്വാളിഫിക്കേഷൻ നോക്കാം. ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ ഇൻ മലയാളം ടൈപ്പ് റൈറ്റിംഗ് KGT, ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ ഇൻ മലയാളം ഷോർട്ട് ആൻഡ് KGT, ഇതാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ ഈക്വാലൻ്റ് ക്വാളിഫിക്കേഷനായിട്ട്, അതായത് ഈ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഇതിലൊന്നും മലയാളം ഹയർ അല്ല, മലയാളം ലോവർ ആണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ ഇക്വാലൻസി വന്നിട്ടുള്ള ആ ഒരു ഓർഡർ ഞാൻ കാണിക്കാം. ഇതാണ് ഇക്വാലൻസിൻ്റെ ഓർഡർ. അതായത് ഇവിടെ നോക്കുക, ദ ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ക്വാളിഫിക്കേഷൻസ് വിച്ച് ആർ അക്സെപ്റ്റഡ്
as equivalent or higher qualification in the previous selection of this post. The candidates possessing these certificates can apply for the post by clicking apply now button. അതായത് ഇതിൽ നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് അപ്ലൈ നൗ ബട്ടൺ ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് ഇക്വാലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓർഡറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഹയറിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കാം. VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ജനറൽ, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ജനറൽ, ഡിപ്ലോമ ഇൻ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്. KGT ഷോർട്ട് ആൻഡ് മലയാളം ഹയറിന് VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, പിന്നെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ജനറൽ, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ജനറൽ, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഒരു ഓർഡർ വെച്ചിട്ട് നമുക്ക് എന്തായാലും പ്രൂഫുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ ഈ ക്വാളിഫിക്കേഷൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് prescribed qualifications, graduate candidates with passing lower grade examination in Malayalam short and KGT and lower grade examination in Malayalam typewriting KGT will also be considered. The appointment of candidates so selected will be temporary and they will not be eligible for increment till they acquire the prescribed qualifications for the post. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് പരിഗണിക്കുക. ഈ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളുടെ ആബ്സെൻസിലാണ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. അഥവാ ഒരു ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ടെങ്കിലും അവരെ ടെമ്പററി ആയിട്ട് അതിലേക്ക് നിയമിക്കുകയും പിന്നീട് അവർക്ക് ഒരു ഇൻക്രിമെൻറ്റ് വേണമെങ്കിൽ അത് ഈ ഒരു ക്വാളിഫിക്കേഷൻ, അതായത് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ എത്തിയാൽ മാത്രമേ അത് ചെയ്യുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഹയർ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ നോക്കാം, 35 കൂടുതൽ കാൻഡിഡേറ്റ്സ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ ഡിക്റ്റേഷൻ ടെസ്റ്റിന് വിളിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ റിപ്പോർട്ടറിൻ്റെ സാധാരണ നമുക്ക് ലിസ്റ്റ് വരുന്നത് 2 ലിസ്റ്റായിട്ടാണ് ഇടുന്നത്. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു ലിസ്റ്റും പിന്നെ ലോവർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മറ്റൊരു ലിസ്റ്റുമാണ് ഇടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇത്രയും ആൾക്കാർ എന്തായാലും ലിസ്റ്റിൽ നിന്ന് പുറത്താവില്ല. പിന്നെ അതുപോലെ തന്നെ ലോവർ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് വേറൊരു ലിസ്റ്റ് ഇടുകയും ചെയ്യും. പക്ഷേ ലോവർ ഗ്രേഡുള്ള ആൾക്കാർക്ക് ഈ ഡിക്റ്റേഷൻ ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. നമുക്ക് ഈ ഒരു ഹയർ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവരെയാണ് ആദ്യം പരിഗണിക്കുക. അവരെടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റുള്ള ആൾക്കാരെ എടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം വേക്കൻസി ഈ ഒരു പോസ്റ്റിന് വരുമോ എന്നുള്ളത് ഡൗട്ടാണ്. ഓക്കെ, ഇതെൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. പക്ഷേ ഇതിൽ ഞാൻ ഒരിക്കലും പറയില്ല ഈ ഒരു ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റുള്ള ആൾക്കാർക്ക് ഇതിൽ സാധ്യത കുറവാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സാധ്യതയുണ്ട്, പക്ഷേ സാധ്യത കുറച്ച് കുറവാണ്. പിന്നെ ചിലർ എന്താ പറയുക, ഏജ് ഓവറായിട്ട് ഈ ഒരു പോസ്റ്റിന് മാത്രമായിട്ട് പഠിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന് പോയി കഴിഞ്ഞാൽ അതൊരു ഗുണമാണ്. പക്ഷേ മറ്റ് പോസ്റ്റുകൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ആൾക്കാർ, അതായത് ഏജ് ഓവർ ആവാത്ത ആൾക്കാർക്ക് ഇതിന് പോയിട്ട് സമയം കളയാതെ നിങ്ങൾ മറ്റുള്ള പോസ്റ്റുകൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, മാക്സിമം പഠിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം.